ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഒരാൾക്കും അറിയില്ല അവൻ നാളെ എന്ത് സമ്പാദിക്കുമെന്ന്, ഒരാൾക്കും അറിയില്ല അവൻ എവിടെ വെച്ച് മരണപ്പെടുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമാണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവനാണ്. ഖബീറാണ്, സൂക്ഷ്മമായി, വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിൽ പ്രധാനമാണ് അല്ലാഹുവിന്റെ ഇൽമിനെ കുറിച്ച് അറിയുക എന്നുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين. أما بعد، يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. സത്യവിശ്വാസികളെ, ശൈഖുൽ ഇസ്ലാം മുഹമ്മദ് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലുൽ ഈമാൻ എന്ന ഗ്രന്ഥമാണ് നാം നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ 4 ഹദീസുകൾ നമ്മൾ കഴിഞ്ഞ 2 ദർസുകളിലായിട്ട് വായിച്ചിരുന്നു. ഇനി 5-ാമത്തെ ഹദീസ്. നമ്മൾ ബാബ് മഅരിഫത്തുല്ലാഹ് വൽ ഈമാനു ബിഹി, അള്ളാഹുവിനെ കുറിച്ച് അറിയലും അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തും അതുപോലെ അള്ളാഹുവിലുള്ള വിശ്വാസവും എന്ന ബാബിലെ അടുത്ത ഹദീസ്. وعن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم قرأ هذه الآية. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി ഓതുന്ന ആയത്ത് പാരായണം ചെയ്തു. ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. സൂറത്ത് നിസായിലെ ആയത്താണ്. ഇന്നല്ലാഹ, തീർച്ചയായിട്ടും, യഅ്മുറുക്കും, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അമാനത്തുകൾ, വിശ്വസിച്ച് ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ അതിന്റെ ആളുകൾക്ക് തന്നെ വീട്ടണം, അത് നിർവഹിക്കണമെന്ന് അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആയത്ത്. ഇലാ ഖൗലിഹി ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ. അതിനെ തുടർന്നുള്ള സൂറത്ത് നിസായിലെ 58-ാമത്തെ ആയത്ത് വരെ ആയത്ത് ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ, തീർച്ചയായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്നുള്ള ആയത്ത് വരെ ഓതി. വയളഉ ഇബ്ഹാമൈഹി അലാ ഉദ്നൈഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 2 തള്ളവിരലുകൾ ചെവിയിൽ വെച്ചു. വല്ലതി തലീഹ അലാ ഐനൈഹി, ബാക്കിയുള്ള വിരലുകൾ കണ്ണിലും വെച്ചു. റവാഹു അബൂ ദാവൂദ് ഇബ്നു ഹിബ്ബാൻ ഇബ്നു അബീ ഹാത്തിം. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ എന്ന് പാരായണം ചെയ്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? തള്ളവിരലുകൾ ചെവിയിലും ബാക്കിയുള്ളത് കണ്ണിലും വെച്ചിട്ട് കാണിച്ചു എന്നുള്ളതാണ്. ഇവിടെ നാം പറഞ്ഞതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലുള്ള ഈമാൻ പ്രധാനമായും 3 കാര്യങ്ങളാണ്: റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അസ്മാ വ സിഫാത്ത്. ഇതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ 2 അസ്മാകളെ കുറിച്ച് പറയണം. അള്ളാഹുവിന്റെ അസ്മാകളിലെല്ലാം ഒരു സിഫത്ത് ഉൾക്കൊണ്ടിട്ടുണ്ടാകും. ഇവിടെ സമീഅൻ ബസീറ, അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കേൾക്കുന്നവനാണ്, എല്ലാം കാണുന്നവനാണ്. ഈ 2 സിഫത്തുകളെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? കേൾക്കുന്നവനും കാണുന്നവനുമാണ് എന്ന് തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. പല പിഴച്ചവാദക്കാരും, ഉദാഹരണത്തിന് ജഹ്മിയാക്കളെ പോലെ, അതുപോലെ തന്നെ മുഅ്തസിലിയാക്കളെ പോലെ പല ആളുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉ സിഫാത്തുകളുടെ വിഷയത്തിൽ വലിയ രീതിയിൽ പിഴച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവിനെ മനസ്സിലാക്കുന്നിടത്ത് പലരും പറയാറുള്ളത് അള്ളാഹുവിന്റെ കാഴ്ച, അള്ളാഹുവിന്റെ കേൾവി ഇതെല്ലാം മജാസാണ്, ഒരു ആലങ്കാരികമാണ്, അതൊന്നും ഹഖീഖത്തല്ല, യാഥാർത്ഥ്യമല്ല. അതല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് എന്താണെന്ന് അറിയില്ല. അള്ളാഹുവിന്റെ സമഅ് ബസീർ പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ല. ചില ആളുകൾ തഅ്തീൽ പൂർണ്ണമായി നിഷേധിക്കും, അള്ളാഹുവിന് കേൾവിയും കാഴ്ചയൊന്നും ഇല്ല, ഇതൊന്നും അള്ളാഹുവിന് യോജിച്ചതല്ല എന്നുള്ള രീതിയിൽ. ചില ആളുകൾ തംസീൽ ചെയ്യും,
അതായത് അള്ളാഹുവിന്റെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്, അള്ളാഹുവിന്റെ കേൾവി എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ്, അങ്ങനെ പല രീതിയിൽ. ചില തശ്ബീഹ് സാമ്യപ്പെടുത്തും. അങ്ങനെ പല രീതിയിൽ ആളുകൾ പഠിച്ചു പോയിട്ടുണ്ട്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പഠിക്കുമ്പോൾ, അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്തുകളെ പറ്റി പഠിക്കുമ്പോൾ നാം ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു ഖായിദയാണ് ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ ഒന്നും തന്നെ ഇല്ല, മറ്റൊന്നും അള്ളാഹുവിനെ പോലെയല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പറയുന്ന കാര്യങ്ങൾ അള്ളാഹുവിന്റെ അളമത്തിനും അള്ളാഹുവിന്റെ ജലാലത്തിനും യോജിച്ച രീതിയിലുള്ളതാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം കാണിച്ചു എന്നുള്ളത്, ഇങ്ങനെ ചെവിയിലും കൈവച്ച് കണ്ണിലും കൈവച്ച് കാണിച്ചു എന്നുള്ളത് അള്ളാഹുവിന് കേൾവിയും കാഴ്ചയും, അത് അറബി ഭാഷയിൽ എന്താണോ സമഇന്റെ അർത്ഥം, എന്താണോ ബസറിന്റെ അർത്ഥം, ആ അർത്ഥത്തിൽ തന്നെ മനസ്സിലാക്കണമെന്ന് വ്യക്തമാക്കുന്നതാണ്. അപ്പൊ വെളച്ചവാദക്കാർക്കുള്ള വലിയൊരു മറുപടിയാണിത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് പാരായണം ചെയ്യുന്നതിനുള്ള കാരണം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഈ ആയത്ത് റസൂലുള്ള പാരായണം ചെയ്തു തുടങ്ങിയത് എവിടെ നിന്നാണ്? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അമാനത്തുകൾ, എന്തെല്ലാം അമാനത്തുകളുണ്ടോ, നമുക്ക് അള്ളാഹുവിനോട് അമാനത്തുകളുണ്ട്, അതുപോലെ നമ്മുടെ കുടുംബത്തിനോടുണ്ടാകും മറ്റെല്ലാ അമാനത്തുകളും, അതെല്ലാം കൃത്യമായി തന്നെ വീട്ടണം. എന്നിട്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സമീആണ് ബസീറാണെന്ന് പറയുന്നത്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ചെയ്യുന്നത് കൃത്യമായി കാണുന്നവനും കൃത്യമായി കേൾക്കുന്നവനുമാണ്. അപ്പൊ രണ്ട് വിഷയങ്ങളാണ് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതിൽ പ്രധാനപ്പെട്ട വിഷയമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ രണ്ട് സിഫത്തുകൾ അസ്സംഉ വൽ ബസർ എന്നുള്ളത് അള്ളാഹുവിനുണ്ട് എന്നുള്ളത്. ഇനി പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ ഈ ആംഗ്യം കാണിച്ച് അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു സിഫത്ത് പറയുമ്പോൾ, അള്ളാഹുവിന്റെ യദ് എന്ന് പറയുമ്പോൾ, അള്ളാഹുവിന്റെ കരം എന്ന് പറയുമ്പോൾ നമ്മുടെ കൈ കാണിക്കുക, അള്ളാഹുവിന്റെ വിരലുകൾ എന്ന് പറയുമ്പോൾ നമ്മുടെ വിരലുകൾ കാണിക്കുക, അതുപോലെയുള്ള കാര്യങ്ങൾ പിൽക്കാലക്കാരായ പണ്ഡിതന്മാർ എതിർത്തിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത് എന്ന്. കാരണം ആളുകൾ ധരിച്ചു പോവും മനുഷ്യന്റെ പോലെയാണിത്, അല്ലെങ്കിൽ ആളുകൾ മനുഷ്യനോട് ഉപമിച്ച് അതിനെ മനസ്സിലാക്കും എന്നുള്ളത് കൊണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കാണിക്കുമ്പോൾ മുൻപിലിരിക്കുന്നത് ആരാണ്? സ്വഹാബത്താണ്. ആ സ്വഹാബത്ത് ഒരിക്കലും ചോദിച്ചിട്ടില്ല ഇത് മനുഷ്യരുടെ പോലെയാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത്. പിൽക്കാലക്കാരായ പിഴച്ചവാദക്കാർ ഇതുപോലെയുള്ള പല വാദങ്ങളും കൊണ്ടുവന്നത് കൊണ്ടാണ് പണ്ഡിതന്മാർ പിന്നീടുള്ളവരോട് പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ ഇങ്ങനെ ആംഗ്യം കാണിച്ച് ഏതെങ്കിലും രീതിയിൽ കാണിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉകളോ സിഫത്തുകളോ പരിചയപ്പെടുത്തരുത് എന്ന്. അപ്പൊ ഈ ഹദീസ് നമുക്ക് മനസ്സിലാക്കുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിൽ നിന്ന് ലഭിക്കുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല അസ്-സമീആണ്, അൽ ബസീറാണ്, എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ്. അത് കേൾവിയും കാഴ്ചയും തന്നെയാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. അടുത്ത ഹദീസ് വഅൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال رسول الله صلى الله عليه وسلم പറഞ്ഞു مفاتيح الغيب خمس. ഗൈബിന്റെ അദൃശ്യമായ കാര്യങ്ങളുടെ താക്കോലുകൾ എന്നുള്ളത് 5 എണ്ണമാണ്. ലാ യഅലമുഹാ ഇല്ലല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാർക്കും അത് അറിയുകയില്ല. ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്, നാളെ എന്താണ് സംഭവിക്കുക എന്ന് അള്ളാഹുവിനല്ലാതെ അറിയില്ല. വലാ യഅലമു മാ തഗീദുൽ അർഹാം ഇല്ലല്ലാഹ്, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ എന്താണ് സംഭവിക്കുന്നത്, എന്താണ് കുറയുന്നത്, ഉണ്ടാകുന്നത് എന്ന് ഒരാൾക്കും അറിയില്ല അള്ളാഹു അല്ലാതെ. വലാ യഅലമു മതാ യഅതിയൽ മതർ അഹദുൻ ഇല്ലല്ലാഹ്, എപ്പോഴാണ് മഴ പെയ്യുക എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അല്ലാതെ മറ്റാർക്കും അറിയില്ല. വലാ തദ്രി നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂതു ഇല്ലല്ലാഹ്, ഒരാൾക്കും തന്നെ അറിയില്ല അവൻ എവിടെ വെച്ചാണ് മരിക്കുക എന്ന് അള്ളാഹുവിനൊഴികെ. വലാ യഅലമു മതാ തഖൂമു സ്സാഅതു ഇല്ലല്ലാഹു തബാറക വ തആല, എന്നാണ് അന്ത്യനാൾ സംഭവിക്കുക എന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലാതെ മറ്റാർക്കും അറിയില്ല. അൽ ഹദീസ് റവാഹുൽ ബുഖാരി വ മുസ്ലിം, ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസാണ്. നാം പറഞ്ഞല്ലോ, നാം വായിക്കുന്ന ബാബ് എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തും അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ചുള്ള അള്ളാഹുവിലുള്ള ഈമാനുമാണ്. അപ്പൊ അള്ളാഹുവിന്റെ മഅരിഫത്തിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അള്ളാഹുവിന്റെ ഇൽമ്. ഇതിന്റെ ഒരു ഭാഗം കഴിഞ്ഞ ദിവസത്തിൽ നാം സൂചിപ്പിച്ചിരുന്നു. ഇവിടെ ഗൈബിയായിട്ടുള്ള അദൃശ്യമായിട്ടുള്ള കാര്യങ്ങളിലുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അറിവിനെ ഇതിൽ സൂചിപ്പിക്കുന്നു. ഗൈബ് എന്ന് പറഞ്ഞാൽ 2 ഇനത്തിലുണ്ടാകും. ഒന്ന്, ചില കാര്യങ്ങൾ കഴിഞ്ഞ കാലത്ത് നടന്നതായിരിക്കും,
അതല്ലെങ്കിൽ ചില കാര്യങ്ങൾ ചില വ്യക്തികൾക്ക് മാത്രം അദൃശ്യമായിരിക്കും, മറ്റു ചിലർക്ക് അറിയുന്നതുണ്ടാകും. അങ്ങനെയുള്ള ഗൈബ് അത് ചില ആളുകൾക്ക് വേറെ അറിയാൻ സാധിക്കും. എന്നാൽ നാളെ എന്താണ് സംഭവിക്കുക എന്നുള്ള രണ്ടാമത്തെ തരത്തിലുള്ള ഗൈബ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ അറിയുകയുള്ളൂ. അതിന്റെ താക്കോലുകൾ അഥവാ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഇത് മാത്രമല്ല ഗൈബിയായിട്ടുള്ള അറിവ് ഒരുപാടുണ്ട്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ് ഇവിടെ ഈ ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പല ആയത്തുകളും കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഇൻദഹു മഫാത്തിഹുൽ ഗൈബി ലാ യഅലമുഹാ ഇല്ലാഹു, അള്ളാഹുവിന്റെ അടുക്കലാണ് ഗൈബിന്റെ താക്കോലുകൾ, അള്ളാഹു അല്ലാതെ മറ്റാർക്കും അതറിയില്ല. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹർ, കരയിലും കടലിലും എന്താണ് സംഭവിക്കുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നുണ്ട്. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ദുലുമാതിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. ഭൂമിയിൽ ഒരു ഇല പൊഴിയുകയോ അല്ലെങ്കിൽ ഒരു ചെടി മുളക്കുകയോ അങ്ങനെയുള്ള ഒരു കാര്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിവിൽ നിന്ന് അല്ലാഹു തആല രേഖപ്പെടുത്തിയതിൽ നിന്ന് പുറത്തു പോകുന്നില്ല. എല്ലാം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം. അപ്പൊ അള്ളാഹുവിനെ കുറിച്ച് നാം ചിന്തിക്കേണ്ട, നാം മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇവിടെ പറയുന്നത് അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തേത് പറഞ്ഞു, ലാ യഅലമു മാ ഫീ ഗദിൻ ഇല്ലല്ലാഹ്, നാളെ എന്താണ് സംഭവിക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അല്ലാതെ വേറൊരാൾക്കും അറിയില്ല. അപ്പൊ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോ പൂർണ്ണമായിട്ടും അള്ളാഹുവിന്റെ എല്ലാ ഗുണവിശേഷണങ്ങളോടുകൂടി നമ്മൾ മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് നാളെ എന്താണ് ഈ ആകാശഭൂമികളിൽ സംഭവിക്കാൻ പോകുന്നത് എന്നറിയുന്നവൻ. നമുക്ക് അതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം തന്റെ റബ്ബിൽ ഏറ്റവും നല്ല രീതിയിൽ വിശ്വസിക്കാനും തന്റെ റബ്ബിന്റെ തീരുമാനങ്ങൾ തൃപ്തിപ്പെടാനും സാധിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല അറിവ് അങ്ങനെയാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 3 കാലങ്ങളാണ് മനുഷ്യനുള്ളത്. ഒന്ന് ഭൂതകാലം എന്ന് പറയുന്നത്, ഒന്ന് ഭാവി കാലം എന്ന് പറയുന്നത്, വരാൻ പോകുന്നത്, കഴിഞ്ഞു പോയത്, വരാൻ പോകുന്നത്. പിന്നെ ഒന്നുള്ളത് വർത്തമാനകാലം, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം എന്തില്ല? ഈ 3 കാലവും ഇല്ല. ഈ 3 കാലവും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്കില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ആകാശഭൂമികളുടെ തുടക്കം മുതൽ അവസാനം വരെ ഉള്ളതറിയാം. അതല്ല, എല്ലാം. അതായത് നമ്മളത് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാൻ സാധിക്കണം. മനുഷ്യന്റെ ബുദ്ധിയിൽ എന്ന് പറഞ്ഞാൽ ഈ 3 കാലത്തിൽ നിന്ന് ചിന്തിക്കുകയുള്ളൂ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എല്ലാ ഇൽമും അള്ളാഹുവിന്റേതായിട്ടുള്ളതാണ്. അള്ളാഹുവിന്റെ ദാത്തിയായിട്ടുള്ള ഇൽമാണ്. അതിൽ ഒന്നും വിട്ടുപോകുന്നില്ല, ഒരു കാര്യം വിട്ടുപോകുന്നില്ല. ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാം. വഹുവൽ അവ്വൽ വൽ ആഖിർ, അള്ളാഹു തുടക്കക്കാരനും അവസാനം. അള്ളാഹുവിന് തുടക്കവും അവസാനവും ഇല്ല. അള്ളാഹു എന്നുണ്ടോ അന്ന് അള്ളാഹുവിന്റെ ഇൽമുണ്ട്, അതിനൊരു മാറ്റം വരുന്നില്ല. രണ്ടാമത്തെ കാര്യം, വലാ യഅലമു മാ തഗീദുൽ അർഹാമു ഇല്ലല്ലാഹ്, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ സംഭവിക്കുന്നത്, അതിലുണ്ടാകുന്നത് ആണാണോ പെണ്ണാണോ, ആ കുട്ടിക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ ഇല്ലയോ, എത്ര മാസം ആ കുട്ടി ഗർഭപാത്രത്തിൽ കിടക്കും, അല്ലെങ്കിൽ എപ്പോഴാണോ കുട്ടി പ്രസവിക്കുക, ആ കുട്ടിയുടെ രൂപം എന്താണ്, ആ കുട്ടിയുടെ ഭാരം എത്രയാകണം, ആ കുട്ടിയുടെ തൊലി എങ്ങനെയാകണം, മുടി എത്രയാകണം, അങ്ങനെ തുടങ്ങി എല്ലാ അറിവും കൃത്യമായി ലഭിക്കുന്നത്, കൃത്യമായി അറിയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ്. ചില ആളുകൾക്ക് ഇന്നത്തെ വൈദ്യശാസ്ത്ര പ്രകാരം ചില ധാരണകൾ കണ്ടുപിടിക്കാൻ സാധിച്ചേക്കും, പക്ഷെ അതിന്റെ കൃത്യത ഒരിക്കലും അവർക്ക് സാധിക്കില്ല. അതിന്റെ എല്ലാ കാര്യങ്ങളും അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമേ കഴിയുകയുള്ളൂ. വലാ യഅലമു മതാ യഅതിൽ മതറു അഹദുൻ ഇല്ലല്ലാഹ്, എപ്പോഴാണ് മഴ വർഷിക്കുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കയ്യിലുള്ള കാര്യമാണ്, അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുമ്പോൾ തീരുമാനിക്കുന്ന സ്ഥലത്ത് തീരുമാനിച്ച അളവിൽ തീരുമാനിച്ച മഴത്തുള്ളികളുടെ എണ്ണത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കും. ഒരു നാട്ടിൽ എത്ര മഴത്തുള്ളികൾ പെയ്യണം, അതിന്റെ കൃത്യമായ എണ്ണം അല്ലാഹുവിന്റെ കയ്യിലുണ്ടാകും. നമുക്കത് നിസ്സാരമായിരിക്കും, നമുക്ക് തട്ടിക്കളിക്കാനുള്ളതായിരിക്കും. പക്ഷേ അതിന്റെ ഓരോന്നിന്റെയും എണ്ണം അള്ളാഹുവിന്റെ അടുക്കൽ കൃത്യമായിരിക്കും. അതിന്റെ അളവ്, എത്ര ഈ ഭൂമിയിൽ എത്തണം എന്നുള്ള അളവ്, എത്ര ഈ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങണം എന്നുള്ള അളവ്, അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല കയ്യിൽ അള്ളാഹുവിന്റെ ഇൽമിൽ കൃത്യമാണ്. അതുപോലെ വലാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂതു ഇല്ലല്ലാഹ്, ഒരാൾക്കും തന്നെ അറിയില്ല, അല്ലെങ്കിൽ ഒരാൾ എവിടെയാണ് എവിടെ വെച്ചാണ് മരണപ്പെടുക എന്ന് ഒരാൾക്കും അറിയില്ല അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കല്ലാതെ.
മറ്റു ഹദീസുകൾ നമുക്ക് കാണാം, ഒരാൾ ഇന്ന സ്ഥലത്ത് വെച്ച് മരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവനെ അങ്ങോട്ട് എത്തിക്കുന്ന എന്തെങ്കിലും ഒരു ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടാക്കും. എന്നിട്ട് അവിടെ എത്തുകയും അവിടെ എത്തി മരണപ്പെടുകയും ചെയ്യും. ചില പണ്ഡിതന്മാരും പറയുന്ന പല ചരിത്രങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. ഷെയ്ഖ് സുലൈമാൻ റുഹൈലി അദ്ദേഹത്തിന് ഉസ്താദ് പറഞ്ഞതായിട്ടുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ദർസിൽ പറയുന്ന ഒരു കഥയാണ്. അത് പിന്നെ റിസ്കുമായി ബന്ധപ്പെട്ടതാണ്. പക്ഷെ ഇവിടെ സൂചിപ്പിക്കാം, ഒരു വ്യക്തി ഒരു ദിവസം ഒരു നടന്നു പോകുന്ന സമയത്ത് പെട്ടെന്നുള്ള അവിടെയുള്ള കിണറിലേക്ക് വീണ് പോകുകയാണ്. പക്ഷെ അയാൾ ഇങ്ങനെ വീണെന്ന് അയാൾക്കറിയില്ല. അയാൾ അറിയാതെ വീണ് പോയി. അതിൽ നിന്ന് അയാൾ രക്ഷപ്പെട്ട് ആളുകൾ അയാൾ രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചു. അവസാനം ഒരു ഗ്ലാസ് പാൽ അദ്ദേഹത്തിന് കുടിക്കാൻ നൽകിയ ആ സമയത്ത് ആ കുടിച്ചു കഴിഞ്ഞതും അദ്ദേഹം മരണപ്പെട്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ റിസ്കിൽ അവിടെ തീരുമാനിക്കപ്പെട്ടുള്ളതാണത്. അതുപോലെ അദ്ദേഹത്തിന്റെ സമയവും തീരുമാനിക്കപ്പെട്ടതാണ്. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണ്. നമുക്ക് ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നല്ല ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമ് ഇത്രത്തോളമാണ്. അപ്പൊ നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള അളമത്ത് വർദ്ധിക്കും ഓരോ വിഷയത്തിലും. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അറിയുക നാം എവിടെ വെച്ച് മരിക്കണം, നാം എവിടെ വെച്ചാണ് മരിക്കേണ്ടത്, എങ്ങനെയാണ് മരണപ്പെടേണ്ടത് എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അതുപോലെ വലാ യഅലമു മതാ തഖൂമുസ് സാഅ ഇല്ലല്ലാഹു തബാറക വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് എപ്പോഴാണ് ലോകം അവസാനിക്കുക, അന്ത്യനാൾ സംഭവിക്കുക എന്ന് അറിയുകയുള്ളൂ. നമുക്കറിയാം പ്രശസ്തമായ ഹദീസ് ജിബ്രീൽ എന്നറിയപ്പെടുന്ന ഹദീസിൽ ജിബ്രീൽ അലൈഹിസ്സലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മതസ്സാഅ എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, ചോദിക്കപ്പെട്ടവൻ അതിനെക്കുറിച്ച് അറിയില്ല. അപ്പൊ ഒരാൾക്കും നമ്മൾ ആലോചിക്കേണ്ട, മലക്കുകളിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജിബ്രീൽ അലൈഹിസ്സലാമിനെ അറിയില്ല. മനുഷ്യരിൽ അല്ലെങ്കിൽ മൊത്തം സൃഷ്ടികളിൽ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തറിയില്ല, എന്നാണ് അന്ത്യനാൾ സംഭവിക്കുക എന്നറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാത്രമാണ് അതിനെക്കുറിച്ചുള്ള അറിവ്. ഈ ഹദീസ് നമ്മുടെ മനസ്സിൽ അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ചുള്ള ആഴവും അള്ളാഹുവിന്റെ ഇൽമിന്റെ ഗാംഭീര്യവും നമ്മുടെ ഖൽബിൽ ഉണ്ടാക്കി തരുന്ന ഒരു കാര്യമാണ്. ഇതേ ഹദീസ് ഈ ആശയങ്ങൾ വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ലുഖ്മാനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ് സാഅ വയുനസ്സിലുൽ ഗൈസ വയഅലമു മാ ഫിൽ അർഹാം, അള്ളാഹുവിന്റെ അടുക്കലാണ് അന്ത്യനാൾ എന്താ സംഭവിക്കുക എന്നുള്ള അറിവ്. അതുപോലെ തന്നെ മഴ എപ്പോൾ വർഷിക്കുമെന്നുള്ളത്, അതുപോലെ ഗർഭപാത്രത്തിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. വമാ തദ്രി നഫ്സും മാദാ തക്സിബു ഗദൻ വമാ തദ്രി നഫ്സും ബിഅയ്യി അർളിൻ തമൂത് ഇന്നല്ലാഹ അലീമുൻ ഖബീർ. ഒരാൾക്കും അറിയില്ല അവൻ നാളെ എന്ത് സമ്പാദിക്കുമെന്ന്, ഒരാൾക്കും അറിയില്ല അവൻ എവിടെ വെച്ച് മരണപ്പെടുമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമാണ്, എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിയുന്നവനാണ്. ഖബീറാണ്, സൂക്ഷ്മമായി, വളരെ സൂക്ഷ്മമായിട്ട് കാര്യങ്ങൾ അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനെ കുറിച്ചുള്ള മഅരിഫത്തിൽ പ്രധാനമാണ് അള്ളാഹുവിന്റെ ഇൽമിനെ കുറിച്ച് അറിയുക എന്നുള്ളത്. ഈ ഹദീസ് നമ്മൾ ധാരാളം ചിന്തിക്കേണ്ടതാണ്. അടുത്ത ഹദീസ് ഏഴാമത്തേത്, വഅൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല, അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബത്തി അബ്ദിഹി ഹീന യതൂബ്, ലല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബത്തി അബ്ദിഹി ഹീന യതൂബ് ഇലൈഹി മിൻ അഹദിക്കും കാന അലാ റാഹിലതിഹി ബിഅർളി ഫലാത്തിൻ. അതായത് ലല്ലാഹു അശദ്ദു ഫർഹൻ ബിതൗബത്തി അബ്ദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് ഏറ്റവും നല്ല ഫർഹ്, സന്തോഷവാനാകുന്നത്, ബിതൗബത്തി അബ്ദിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമയുടെ തൗബ കാരണത്താൽ, ഹീന യതൂബു ഇലൈഹി, അവൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുമ്പോൾ. ഏതുപോലെയാണ്, മിൻ അഹദിക്കും കാന അലാ റാഹിലതിഹി, ഏതിനേക്കാൾ, ഇത് ഹദീസ് പറയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമ തൗബ ചെയ്ത് മടങ്ങുമ്പോൾ അതിയായി സന്തോഷിക്കുന്നവനാണ്. ഏതിനേക്കാൾ, മിൻ അഹദിക്കും, നിങ്ങളിൽ ഒരാൾ, കാന അലാ റാഹിലതിഹി ബിഅർളി ഫലാത്ത്, ഒരു വിജനമായ പ്രദേശത്ത് അവന്റെ യാത്രാമൃഗവുമായിട്ട് അവൻ പോയിരിക്കുകയാണ്. ഫൻഫലതത് മിൻഹു, അവനിൽ നിന്ന് ആ യാത്രാമൃഗം ഓടിപ്പോയി. വഅലൈഹാ തുആമുഹു വശറാബുഹു, ആ മൃഗത്തിന്റെ മേലെയാണ് അവന്റെ ഭക്ഷണവും വെള്ളവും എല്ലാം ഉള്ളത്. ഫഅയ്സ മിൻഹു ഫഅതാ ശജറതൻ ഫൽതജഅ ഫീ ളില്ലിഹാ, അങ്ങനെ അവൻ അതിനെ തിരഞ്ഞ് നിരാശനായി, അങ്ങനെ അവൻ ക്ഷീണിച്ച്
എല്ലാം നഷ്ടപ്പെട്ടവനായിട്ട് ഒരു വൃക്ഷത്തിന്റെ തണലിൽ പോയിട്ട് വിശ്രമിക്കുകയാണ്. അവന്റെ മനസ്സിൽ വഖദ് ഐസ മിൻ റാഹിലതിഹി, അവന്റെ ആ വാഹനം കിട്ടില്ല, അതിൽ നിരാശയായിരിക്കും, നഷ്ടം, അത് പോയിരിക്കുന്നു, ഇനി മരണമാണ് മുന്നിലുള്ളത്. ഫബൈന മാ ഹുവ കദാലിക്, അങ്ങനെ അവൻ കിടന്നുറങ്ങിയ സമയത്ത്, എഴുന്നേറ്റ സമയത്ത് ഹിദ ഹുവ ബിഹാ ഖായിമത്തുൻ ഇൻദഹ, അവന്റെ മുമ്പിൽ ആ ഒട്ടകം തിരിച്ചു നിൽക്കുന്നത്, ഒട്ടകം അല്ലെങ്കിൽ ആ യാത്രാമൃഗം തിരിച്ചു നിൽക്കുന്നത് കണ്ടു. ഫഅഖദ ബിഖിതാമിഹ, അങ്ങനെ അവൻ അതിന്റെ മൂക്ക് കയറി പിടിച്ചിട്ട് ഫഖാല, അവൻ പറഞ്ഞു, മിൻ ശിദ്ദത്തിൽ ഫർഹ്, സന്തോഷത്തിന്റെ ആധിക്യം കാരണത്താൽ, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്, അല്ലാഹ് നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ്. അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫർഹ്, സന്തോഷത്തിന്റെ ആധിക്യം കാരണത്താൽ അവന് തെറ്റിപ്പോയി, അവൻ പറയുന്നത് തെറ്റിപ്പോയി. എന്നിട്ട് അഖ്റജ, സ്വഹീഹ് ബുഖാരി മുസ്ലിം ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസാണ്. ഇവിടെ അള്ളാഹുവിന്റെ ഫർഹ് എന്നുള്ള സിഫത്താണ് ഇവിടെ പറയുന്നത്. അള്ളാഹു സന്തോഷിക്കുന്നവനാണ്. ഫർഹ് എന്ന് പറഞ്ഞാൽ അതിയായി സന്തോഷിക്കുന്നവൻ. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, നിങ്ങളിൽ ഒരാൾ യാത്രാമൃഗത്തിൽ ഭക്ഷണവും വെള്ളവും ഏറ്റി വിജനമായ ഒരു പ്രദേശത്ത്, ഒരാളും സഹായത്തിനില്ലാത്ത അത്രയും വിജനമായ പ്രദേശത്ത് ചെന്ന് ഇറങ്ങുകയും പെട്ടെന്ന് നിങ്ങളെ യാത്രാമൃഗം നിങ്ങളെ വിട്ട് ഓടിപ്പോവുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഇനി മുൻപിൽ മരണം മാത്രമാണ്, വേറൊന്നും നമുക്കില്ല, എല്ലാം നഷ്ടപ്പെട്ടു. ആ അവസ്ഥയിൽ ക്ഷീണിച്ച് ഒരു വൃക്ഷത്തിന് ചുവട്ടിൽ കിടന്നുറങ്ങുമ്പോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് കാണുന്നത് ആ മൃഗം തിരിച്ചു മുൻപിൽ വന്ന് നിൽക്കുന്നതാണ്. ആ സമയത്ത് ഈ മനുഷ്യൻ സന്തോഷം കൊണ്ട് പറഞ്ഞുപോയി, അല്ലാഹ് നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ്. സന്തോഷം കൊണ്ട് തെറ്റിപ്പോയതാണ്. അതിനേക്കാൾ ശക്തമായ സന്തോഷമാണ്, ഫർഹാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എപ്പോൾ ഒരടിമ തൗബ ചെയ്ത് അവന്റെ അടുക്കലേക്ക് മടങ്ങി വരുമ്പോൾ. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ചു നോക്കി, ഒരുപാട് ഫായിദകളുള്ള ഒരു ഹദീസാണിത്. നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണിത്. ഒന്നാമത്തേത്, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ഫർഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അതിയായി സന്തോഷിക്കുന്നവനാണ്. അതുപോലെ അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ കോപം, വെറുപ്പ്, ഇതുപോലെയുള്ള സിഫത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഉണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. രണ്ടാമത്തേത് തൗബയുടെ മഹത്വമാണ്. തൗബയുടെ മഹത്വം. എല്ലാ മനുഷ്യരും, നാം ഓരോരുത്തരും പാപം ചെയ്തു പോകുന്നവരാണ്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ പാപങ്ങൾ സംഭവിച്ചു പോകുന്നവരാണ്. പക്ഷേ നമ്മൾ ആലോചിച്ചു വെക്കണം, നമ്മുടെ ഒരു സുജൂദ് കൊണ്ടോ നാം ചെയ്യുന്ന ഒരു കർമ്മം കൊണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അള്ളാഹുവിന്റെ മുൽക്കിലോ അള്ളാഹുവിന്റെ ഗിനയിലോ ഒന്നും വർദ്ധിക്കാനില്ല. അള്ളാഹുവിനൊരു വർധനവുമില്ല. നമ്മൾ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് അള്ളാഹുവിനൊരു കുറവുമില്ല. പക്ഷെ എന്നിട്ടും അള്ളാഹുവിനെ ധിക്കരിച്ച് തെമ്മാടിത്തരങ്ങൾ ചെയ്ത് ഒന്നെങ്കിൽ കുഫറിലോ ഷിർക്കിലോ ആയിട്ട്, അല്ലെങ്കിൽ മഅസിയത്തുകളിൽ പാപങ്ങളിലായിട്ട്, ഈ രണ്ടവസ്ഥയിലായിട്ടും അള്ളാഹുവിലേക്ക് തിരിച്ചു വരികയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തിരിച്ചു വരാൻ, അള്ളാഹുവിനെ അനുസരിക്കാൻ, അള്ളാഹുവിലേക്ക് കീഴടങ്ങിക്കൊണ്ട് തിരിച്ചു വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷം ഈ പറഞ്ഞ അവസ്ഥയിലുള്ള ഒരു മനുഷ്യനേക്കാൾ ശക്തമാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്തിന്റെ ആവശ്യം? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഈ കോടിക്കണക്കിനുള്ള മനുഷ്യരിൽ, അല്ലെങ്കിൽ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത മലായിക്കത്തുകളിൽ അള്ളാഹുവിനെ സുജൂദ് ചെയ്യുന്ന, അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരുപാട് അടിമകളുണ്ട്. എന്നിട്ടും ഒരടിമ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചതിന് ശേഷം തിരിച്ചു വന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കുന്നതിന്റെ ഉപമയാണ് ഇവിടെ പറഞ്ഞത്. നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ചും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്നതിനെ കുറിച്ചും നമ്മൾ ചിന്തിക്കണം. എത്ര വലിയ പാപങ്ങളിൽ നമ്മൾ പെട്ടുപോയാലും പിശാചിന്റെ വലിയൊരു തന്ത്രമാണ് നമ്മളെ നിരാശയിൽ അകപ്പെടുത്തുക എന്നുള്ളത്. ഏത് കാലത്തും ആളുകൾ ശിർക്കിലെത്തിയിട്ടുള്ളത് അള്ളാഹുവിന്റെ റഹ്മത്തിലുള്ള നിരാശ കാരണത്തിലാണ്. മക്കാ മുശ്രിക്കുകൾ വരെ, മക്കാ മുശ്രിക്കുകൾ നിഷേധിച്ചിരുന്ന അള്ളാഹുവിന്റെ ഒരു നാമം എന്താണ്? റഹ്മാൻ എന്നുള്ളതാണ്. അവർക്ക് ഒമർ റഹ്മാൻ, ആരാണ് റഹ്മാൻ, എന്താണ് റഹ്മാൻ? അവർക്ക് റഹ്മാൻ എന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അറിയില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയധികം സന്തോഷിക്കുന്നുണ്ട് എങ്കിൽ എത്ര വലിയ തിന്മയിൽ നാം പെട്ടുപോയാലും സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിലേക്ക് തിരിച്ചു വരണം. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിയായി സന്തോഷിക്കുന്നവനാണ്. അതുപോലെ തന്നെ ഈ ഹദീസിൽ ലഭിക്കുന്ന മറ്റൊരു കാര്യം, ഒരടിമ അവന്റെ ഉദ്ദേശമില്ലാതെ, അവന്റെ മനസ്സിൽ നിന്നുള്ള ഉദ്ദേശമില്ലാതെ എന്തെങ്കിലും ഒരു വാക്ക് പറയുന്നിടത്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അവൻ എന്തല്ല, കുറ്റക്കാരനാകില്ല. ഇവിടെ എന്താണ് പറഞ്ഞത്? സന്തോഷത്തിന്റെ ആധിക്യത്താൽ, മിൻ ശിദ്ദത്തിൽ ഫർഹ്, സന്തോഷത്തിന്റെ ആധിക്യത്താൽ അവൻ പറഞ്ഞത് അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക്, നീ എന്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണ്. ഇതവൻ ഉദ്ദേശിച്ച് പറയുകയാണെങ്കിൽ എന്തായി?
കാഫിറായി പോകും. പക്ഷെ അവൻ അറിയാതെ പറഞ്ഞു പോയി, തെറ്റിപ്പോയതാണ്. അഖ്തഅ മിൻ ശിദ്ദത്തിൽ ഫർഹ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സന്തോഷത്തിന്റെ ആധിക്യത്തെ കാരണത്താൽ തെറ്റിപ്പോയതാണ്. അതെന്തല്ല, അത് മഅഫൂ അൻഹു, അത് പുറത്തു കൊടുക്കപ്പെടുന്ന, വിട്ടുകളയപ്പെടുന്നതാണ്. അപ്പൊ ഈ ഹദീസ് വളരെ മനോഹരമായ ഉപമാണ്. അബ്ദുറഹ്മാൻ അസ്സഅദി റഹിമഹുല്ലാ അദ്ദേഹം ഈ ഹദീസിനെ വേറൊരു തരത്തിലൂടെ വിശദീകരിക്കാറുണ്ട്. ഈ ഹദീസിന്റെ ആശയത്തെ ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപമ പറഞ്ഞ എന്താണ്, ഒരു യാത്രക്കാരൻ ഭക്ഷണവും വെള്ളം നഷ്ടപ്പെടുന്നത് പോലെയാണല്ലോ. റസൂലുള്ള ഈ ഉപമ പറയാനുള്ള കാരണം, മനുഷ്യന്റെ ജീവിതയാത്രയിൽ ആവശ്യമായിട്ടുള്ള ഭക്ഷണവും വെള്ളം എന്താണ്, തഖ്വയും ഈമാനുമാണ്. അതുപോലെയുള്ള കാര്യങ്ങളിൽ നിന്ന് ആരെങ്കിലും അള്ളാഹുവിന്റെ മഅസിയത്തിലോ മറ്റെന്തിലോ അകന്നു പോയാലും, അതെല്ലാം നഷ്ടപ്പെട്ട പോയൊരു സമയമുണ്ടായാലും അവൻ അള്ളാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങണം എന്നുള്ള ഒരു ആശയം ഈ ഹദീസിലുണ്ട് എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിരുന്നാലും അള്ളാഹു സുബ്ഹാനഹു വ തആല സന്തോഷിക്കുന്നവനാണ്, ഫർഹുള്ളവനാണ്. ഫർഹ് അള്ളാഹുവിന്റെ സിഫത്താണ്. ഏറ്റവും വലിയ ഫർഹ് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഉണ്ടാകുന്ന ഒരു സന്ദർഭം പറഞ്ഞത് അടിമ തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുമ്പോഴാണ്. അപ്പൊ നാം മനസ്സിലാക്കേണ്ടത് എന്താണ്, പിശാചിന്റെ കെണിയിൽപ്പെട്ട് എത്ര വലിയ പാപം നമ്മൾ ചെയ്തു പോയാലും, ഏതെങ്കിലും ഒരു ദുർബല സമയത്ത് ഏറ്റവും വലിയ പാപം എന്ന് തോന്നുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തു പോയാലും അള്ളാഹുവിലേക്ക് മടങ്ങി വരാൻ നമ്മൾ ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല. ആ ഒരു അവസ്ഥ നമ്മൾ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കണം. അടുത്ത ഹദീസ്, وعن أبي موسى رضي الله عنه أن رسول الله صلى الله عليه وسلم قال إن الله يبسط يده بالليل ليتوب مسيء النهار ويبسط يده بالنهار ليتوب مسيء الليل حتى تطلع الشمس من مغربها رواه مسلم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന അല്ലാഹ യബ്സുതു യദഹു ബില്ലൈൽ ലിയതൂബ മുസീഉൻ നഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രികളിൽ അവന്റെ കൈ നിവർത്തുന്നു, അതിനെ വിശാലമാക്കുന്നു. ലിയതൂബ മുസീഉൻ നഹാർ, പകലിൽ പാപം ചെയ്തിട്ടുള്ളവന് പുറത്തു കൊടുക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവന്റെ തൗബ സ്വീകരിക്കാൻ വേണ്ടി. വയബ്സുതു യദഹു ബിന്നഹാരി ലിയതൂബ മുസീഇൽ ലൈൽ, പകലിൽ അവന്റെ കൈ നിവർത്തുന്നു, വിശാലമാക്കുന്നു, രാത്രിയിൽ പാപം ചെയ്തവന് പുറത്തു കൊടുക്കാൻ വേണ്ടി. ഹത്താ തത്ലഅ അശംസു മിൻ മഗ്രിബിഹാ, പടിഞ്ഞാറിൽ നിന്ന് മഗ്രിബിൽ നിന്ന് സൂര്യൻ ഉദിക്കുന്നത് വരെ അതുണ്ടാകും. റവാഹു മുസ്ലിം. അതായത് അന്ത്യനാൾ സംഭവിക്കുന്നവരെ ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. ഈ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ യദ്, അള്ളാഹുവിന്റെ കരം എന്നുള്ള സിഫത്തിനെ സ്ഥാപിക്കുന്നുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൈ നിവർത്തും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഇന്നല്ലാഹ യബ്സുതു യദഹു, അള്ളാഹുവിന്റെ കരം അള്ളാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കുന്നുണ്ട്. ഇവിടെ അള്ളാഹുവിലേക്ക് ഇവാഫത്ത് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്തെങ്കിലും ചേർത്തി പറയുക എന്നുള്ളത് രണ്ട് രീതിയിലാണ് ഉണ്ടാവുക. ഒന്ന്, ഏതെങ്കിലും മഖ്ലൂക്കിനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയും. ഏതെങ്കിലും മഖ്ലൂക്കിനെ അള്ളാഹുവിലേക്ക് ചേർത്തി പറയും. ഉദാഹരണത്തിന് നാഖത്തുല്ലാഹി വസുഖിയാഹ, അള്ളാഹുവിന്റെ ഒട്ടകം. അതുപോലെ സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, അള്ളാഹുവിന്റെ അടിമ. അള്ളാഹുവിലേക്ക് എന്തെങ്കിലും ഇവാഫത്ത് ചെയ്ത് പറഞ്ഞാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം തശ്രീഫാണ്. ബൈത്തുല്ലാഹ്, കലാമുല്ലാഹ്, അള്ളാഹ് അതിനെ മഹത്വപ്പെടുത്തുന്ന, അതിനെ ശ്രേഷ്ഠമാക്കുന്നതാണ് ഏതെങ്കിലും സൃഷ്ടിയെ ചേർത്തി പറഞ്ഞാൽ. രണ്ടാമത്തെ രീതിയിൽ ചേർത്തി പറയൽ അള്ളാഹുവിന്റെ ഏതെങ്കിലും സിഫത്തിനെ ചേർത്തി പറയലാണ്. അങ്ങനെ ചേർത്തി പറഞ്ഞ ഒരു സിഫത്താണ് അള്ളാഹുവിന്റെ യദ് എന്നുള്ളത്, അള്ളാഹുവിന്റെ കരം എന്നുള്ളത്. ഇത് അള്ളാഹുവിന്റെ ദാത്തിയായിട്ടുള്ളതാണ്, അള്ളാഹുവിന്റെ നഫ്സിലുള്ള അള്ളാഹുവിന്റേതായിട്ടുള്ള കാര്യമാണ് അള്ളാഹുവിന്റെ യദ് എന്നത്. ചില പിഴച്ചവാദക്കാർ, ചില അഹ്ലുസുന്നയിൽ പഴച്ചുപോയ ആളുകൾ അള്ളാഹുവിന്റെ യദ് എന്നുള്ളതിന് അർത്ഥം കൊടുക്കാറുള്ളത് നിഅമത്ത്, അള്ളാഹുവിന്റെ അനുഗ്രഹം, ഖുദ്റത്ത്, അള്ളാഹുവിന്റെ കഴിവ്, ഈ രീതിയിലെല്ലാം അർത്ഥം കൊടുത്ത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇതല്ല യഥാർത്ഥത്തിൽ ഉദ്ദേശം. അറബി ഭാഷയിൽ എന്താണോ അതിന്റെ അർത്ഥം അത് തന്നെയാണ് അതിനർത്ഥം വെക്കുക. യദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കരം എന്നുള്ളതാണ്. എങ്ങനെ എന്നുള്ളത് അള്ളാഹു അലം, നമുക്കറിയില്ല. ഇവിടെ ഈ വിഷയത്തിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അറബി ഭാഷയിൽ യദ് എന്നുള്ളതിന് നിഅമത്ത് എന്നുള്ള അർത്ഥത്തിലും ഖുദ്റത്ത് എന്നുള്ള അർത്ഥങ്ങളിലൊക്കെ ചില സമയങ്ങളിൽ ഉപയോഗിക്കാറുണ്ട്. അറബി ഭാഷയിൽ യദ് എന്നുള്ളത് നിഅമത്ത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുണ്ട്. ആ നിഅമത്ത് എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് മറ്റൊന്നിലേക്ക് ഇളാഫത്ത് ചെയ്ത് ചേർത്തി പറയുകയില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരാൾക്ക് അലി എന്നൊരാൾക്ക് നിഅമത്തായിട്ടുണ്ട് എങ്കിൽ
അലിയദുൻ, അലി ഒരു നിഅമത്താണ് അങ്ങനെ പറയും. പക്ഷെ ഒരിക്കലും നിഅമത്ത് എന്നുള്ള അർത്ഥത്തിൽ യദു ഫുലാനിൻ അലി, ഇന്ന ആളുടെ നിഅമത്താണ് അലി എന്നുള്ള രീതിയിൽ പറയില്ല. ഇത് അറബി പഠിക്കുന്ന തുലാബുകൾക്ക് മനസ്സിലാകാനാണ്. യദ് എന്നുള്ളത് യദു ഫുലാനിൻ അലിയുൻ, ഫുലാനിന്റെ യദാണ് നിഅമത്താണ് അലി എന്നുള്ള രീതിയിൽ ചേർത്തി പറയില്ല. പിന്നെ എങ്ങനെയാണ് പറയാ? ലി ഫുലാനിൻ അലിയുൻ യദുൻ, ഈ ഇന്നാൽ ഇന്ന ആൾക്ക് അലി ഒരു നിഅമത്താണ് എന്നുള്ളത്. അത് കൂടുതൽ നമുക്ക് പിന്നീട് വിശദീകരിക്കാം. ഇവിടെ പറയുന്നത് അള്ളാഹുവിന്റെ യദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കരം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്, നിഅമത്തോ ഖുദ്റത്തോ അല്ല. ഇനി ഈ ഹദീസിൽ നമുക്ക് മനസ്സിലാകുന്ന പ്രധാനപ്പെട്ട കാര്യം അള്ളാഹുവിന്റെ തൗബ, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ സ്വീകരിക്കുന്ന വിശാലതയാണ്. ഒരടിമ പാപം ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് അപ്പോൾ തന്നെ രേഖപ്പെടുത്തില്ല, മലക്കുകളോട് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടില്ല. പാപം ചെയ്താൽ അവന് പശ്ചാത്തപിക്കാനുള്ള സമയം അള്ളാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കും. എന്നാൽ നന്മ ചെയ്താൽ അവൻ നിയ്യത്ത് വെക്കുമ്പോൾ തന്നെ അത് നന്മയായിട്ട് അവൻ രേഖപ്പെടുത്തുന്ന അവസ്ഥയുണ്ട്. ഇവിടെ എന്താണ് പറഞ്ഞത്? രാത്രിയിൽ പാപം ചെയ്തവന് പുറത്തു കൊടുക്കാൻ പകലിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല കാത്തിരിക്കുകയാണ്. പകലിൽ പാപം ചെയ്യുന്നവന് രാത്രി പുറത്തു കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല, അതായത് ഏത് സമയവും ഒരു അടിമ ചെയ്ത പാപം പുറത്തു കൊടുക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ കരങ്ങൾ വിശാലമാക്കിയിട്ടിരിക്കുകയാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുള്ള പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും, ഒരടിമ പാപം ചെയ്തിട്ട് തൗബ വൈകിപ്പിക്കുക, തൗബ നേരം വൈകിപ്പിക്കുക എന്നുള്ളത് ആ വിഷയ ഒരു പാപത്തിൽപ്പെട്ടതാണ്. ഒരാൾ പാപം ചെയ്തു, എന്നിട്ട് അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങൽ ഉടനെ ചെയ്യാതെ അത് വൈകിപ്പിക്കുക എന്നുള്ളത് മറ്റൊരു പാപമായിട്ട് കണക്കുകൂട്ടുന്ന കാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്കെന്തെങ്കിലും പാപം സംഭവിച്ചാൽ ഉടനെ തന്നെ അതിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങണം, ആ പാപത്തിൽ നിന്ന് ഒഴിവാകണം. ആ പാപം ചെയ്തതിൽ അതിയായ ഖേദം വേണം. ആ പാപത്തിലേക്ക് ഒരിക്കലും മടങ്ങില്ല എന്ന് നമ്മുടെ ഖൽബും അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായി ശക്തമായ ഒരു കരാറിലുമാകണം. അതാണ് യഥാർത്ഥ തൗബ എന്ന് പറഞ്ഞാൽ. മഖ്ലൂക്കുകളുമായിട്ടുള്ള വിഷയമാണെങ്കിൽ അത് അവരുമായി തീർക്കണം. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ പൊറുക്കാൻ രാവും പകലും തയ്യാറായി നിൽക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രി പാപം ചെയ്യുന്നവന് പകലിൽ പുറത്തു കൊടുക്കാൻ, പകലിൽ പാപം ചെയ്യുന്ന രാത്രി പുറത്തു കൊടുക്കാൻ, ഏത് സമയവും പാപം പുറത്തു കൊടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കൈകൾ വിശാലമാക്കിയിട്ടിരിക്കുകയാണ്. അപ്പൊ അല്ലാഹുവിന്റെ അതിയായ മഗ്ഫിറത്തും അല്ലാഹുവിന്റെ റഹ്മത്തും ഈ ഹദീസിൽ നിന്ന് നാം ചിന്തിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അടുത്തൊരു ഹദീസ്, 9ാമത്തെ, عن عمر رضي الله عنه قال, عمر رضي الله عنه ذكر الحديث قدم على رسول الله صلى الله عليه وسلم بسبي, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് യുദ്ധത്തിൽ നിന്ന് പിടിച്ചു കിട്ടിയ ഒരുപാട് ഗനീമത്തായി പിടിച്ചു കിട്ടിയ ഒരുപാട് അടിമകൾ, തടവുകാരെ കൊണ്ടുവന്നു. ഈ സംഭവം നടക്കുന്നത് മക്കം ഫത്തഹിന് ശേഷമുള്ള ഹുനൈൻ യുദ്ധത്തിന്റെ സമയവുമായി ബന്ധപ്പെട്ട് ഒരു കബീല, ഹവാസിൻ പറഞ്ഞ കബീലയെ, അതിൽ നിന്നുള്ള കുട്ടികളെയും സ്ത്രീകളെയും എല്ലാം തടവുകാരായി പിടിച്ചു വെച്ച ആ സമയത്തായിരുന്നു. فإذا امرأة من السبي تبتغي إذا وجدت صبيا في السبي أخذته, അതിൽ ആ കൂട്ടത്തിൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ ഇങ്ങനെ തെരഞ്ഞു നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്? അതായത് തന്റെ കുട്ടിയെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതാ വജദത് സ്വബിയൻ, തന്റെ കുട്ടിയെ കണ്ടെത്തിയപ്പോൾ അഖദത്ഹു, ആ കുട്ടിയെ ഈ ഉമ്മ എടുത്തിട്ട് എന്ത് ചെയ്തു? ഫഅൽസഖത്ഹു ബിബത്നിഹാ വഅർളഅത്ഹു, തന്റെ വയറിനോട് ആ കുട്ടിയെ ചേർത്ത് വെച്ചിട്ട് ആ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ തുടങ്ങി. ആ പ്രായത്തിലെ ചെറിയ കുട്ടിയാണ്. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞു, അതറൗന ഹാദിഹിൽ മർഅത ത്വാരിഹതൻ വലദഹാ ഫിന്നാർ, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ഈ സ്ത്രീ പിന്നെ ഈ കുട്ടിയെ ഒരു തീയിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? തീയിലേക്ക് ഈ കുട്ടിയെ വലിച്ചെറിയുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അപ്പൊ സഹാബാക്കൾ പറഞ്ഞു, ലാ വല്ലാഹി, ഖുൽനാ ലാ വല്ലാഹി, ഇല്ല റസൂലേ, ഇല്ല, ഒരിക്കലുമില്ല, സ്ത്രീക്ക് അതിന് സാധിക്കില്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു അസ്സ വജല്ല അർഹമു ബിഇബാദിഹി മിൻ ഹാദിഹിൽ മർഅതി ബിവലദിഹാ. സുബ്ഹാനല്ലാഹ്, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. അല്ലാഹു അസ്സ വജല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അർഹമു ബിഇബാദിഹി, അവന്റെ അടിമകൾക്ക് അങ്ങേയറ്റം കാരുണ്യം ചെയ്യുന്നവനാണ്. മിൻ ഹാദിഹിൽ മർഅതി ബിവലദിഹാ, ഈ സ്ത്രീ, ഈ ഉമ്മ
തന്റെ കുട്ടിയോട് കാണിക്കുന്ന കാരുണ്യത്തിനേക്കാൾ എത്രയോ ഉന്നതമായ റഹ്മത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ അടിമകളോടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് എന്നുള്ള സിഫത്തിനെ സ്ഥാപിക്കുന്ന ഒരു ഹദീസാണിത്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ടതാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല അള്ളാഹുവിന്റെ ഒരു അടിമയെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ, അല്ലെങ്കിൽ അവനെന്തെങ്കിലും ശിക്ഷ സംഭവിക്കാൻ, അവനെന്തെങ്കിലും നാശം സംഭവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. നമുക്കറിയാം മാതാപിതാക്കൾ മക്കളെ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് എന്ന്. പ്രത്യേകിച്ച് ഒരു ഉമ്മ മക്കളെ എത്രത്തോളം സ്നേഹിക്കുമെന്ന്. ഇവിടെ തന്റെ കുട്ടിയെ കാണാതായിട്ട് തടവുകാരായിട്ട് നിൽക്കുകയാണ്. അതിന്റെ ഇടയിൽ ആ ഉമ്മ കുട്ടിയെ തെരഞ്ഞു നടക്കുകയാണ്. എന്നിട്ട് ആ കുട്ടിയെ കിട്ടുമ്പോൾ അതിയായ സന്തോഷത്തിൽ ആ കുട്ടിക്ക് പാല് കൊടുത്ത ആ കുട്ടിയെ എത്ര നല്ല രീതിയിലാണ് ഒരു ഉമ്മ ഒരു കുട്ടിയെ സംരക്ഷിക്കുക. അത് കാണിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. സഹാബാക്കൾക്ക് പലതും പഠിപ്പിച്ചു കൊടുക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രീതിയുണ്ട്. ചില കാര്യങ്ങൾ കാണിച്ച് പഠിപ്പിച്ചു കൊടുക്കും. ഒരാട് ചത്ത് കിടന്നപ്പോ അതിനെ കാണിച്ചിട്ട് ദുനിയാവിന്റെ നിരർത്ഥകത കാണിച്ചു കൊടുത്തു. പലതും അങ്ങനെ റസൂലുള്ളാഹിനെ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ്. ഉലമാക്കൾ ഈ വിഷയത്തിൽ ഒരു ഗ്രന്ഥം തന്നെ കാണാം, എങ്ങനെയാണ് റസൂലുള്ള പഠിപ്പിച്ചിരുന്നത് എന്നുള്ളത്. ഇവിടെ ഇത് കാണിച്ചിട്ട്, ഈ ഒരു അവസ്ഥ കാണിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇതിനേക്കാൾ ഒരു ഉമ്മക്ക്, നമ്മുടെയൊക്കെ മാതാവിന് നമ്മളോട് എത്ര സ്നേഹം ഉണ്ടാവും, പ്രത്യേകിച്ച് സ്ത്രീകൾക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരായ നമ്മുടെ കുട്ടികളോടുള്ളതറിയാം. അതിനേക്കാൾ അങ്ങേയറ്റത്തെ കാരുണ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അവന്റെ അടിമകളോടുണ്ട്. അതുകൊണ്ട് ആ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ നിരാശപ്പെടരുത്. ആ അല്ലാഹുവിനെ എതിർത്ത് ചെയ്യുന്ന തിന്മകളിൽ നാം വഞ്ചിതരായി പോകരുത്. ഇത്രയും റഹ്മാനായ മാ ഗർറക ബിറബ്ബിക്കൽ കരീം യാ അയ്യുഹൽ ഇൻസാൻ, മനുഷ്യ, എന്താണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്? അള്ളാഹുവിന്റെ ചോദ്യം ആലോചിച്ചു നോക്കി. എന്താണ് നിന്നെ വഞ്ചിച്ചത്? നിന്റെ റബ്ബായ കരീമായ റഹ്മാനായ നിന്റെ റബ്ബിനെ ധിക്കരിച്ച് ജീവിക്കുന്നതിൽ, ആ റബ്ബിനെ അനുസരിക്കുന്നതിൽ എന്താണ് നിന്നെ വഞ്ചിച്ചു കളഞ്ഞത്? അള്ളാഹുവിന്റെ വലിയൊരു ചോദ്യമാണ്. ഇത്രയധികം റഹ്മത്തുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആലയെ എങ്ങനെയാണ് നമുക്ക് ധിക്കരിക്കാൻ സാധിക്കുക? എങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് നാം പഠിക്കാതിരിക്കുക? എങ്ങനെയാണ് നാം അള്ളാഹുവിലേക്ക് അടുക്കാതിരിക്കുക? നമ്മുടെ മാതാപിതാക്കളെക്കാൾ ഈ ലോകത്തുള്ള മറ്റാരേക്കാളും നമ്മളെ സ്നേഹിക്കുന്ന നമ്മുടെ റബ്ബ്. അതുകൊണ്ട് ഈ ഹദീസ് നമ്മൾ ചിന്തിക്കണം, ധാരാളമായി ചിന്തിക്കണം, അള്ളാഹുവിന്റെ റഹ്മത്ത് മനസ്സിലാക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം അടിമകളോട് കാരുണ്യമുള്ളവനാണ് എന്ന് നാം ചിന്തിക്കണം. അടുത്ത ഹദീസ്, വഅൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലമ്മാ ഖള അല്ലാഹുൽ ഖൽഖ كتب في كتابه فهو عنده فوق العرش إن رحمتي غلبت غضبي رواه البخاري. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലമ്മാ ഖളല്ലാഹുൽ ഖൽഖ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പ് അവസാനിച്ചപ്പോൾ, സൃഷ്ടിപ്പ് കഴിഞ്ഞപ്പോൾ, കതബ ഫീ കിതാബിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിന്റെ കിതാബിൽ രേഖപ്പെടുത്തി, ഫഹുവ ഇൻദഹു ഫൗഖൽ അർശ്, അത് അർശിന് മുകളിലാണ്, അല്ലാഹുവിന്റെ അടുക്കൽ അർശിന് മുകളിലാണ്. ഇന്ന റഹ്മതി ഗലബത് ഗളബി, എന്റെ കാരുണ്യം എന്റെ കോപത്തെ മറികടന്നിരിക്കുന്നു. ചില റിവായത്തുകളിൽ സബഖത് ഗളബി, എന്റെ റഹ്മത്ത്, എന്റെ കാരുണ്യം എന്റെ കോപത്തിനെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു, അല്ലെങ്കിൽ മുന്നിട്ടിരിക്കുന്നു എന്നുള്ളത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു ഒരു കിതാബിൽ. ഏതാണ് ആ കിതാബ്? ലൗഹുൽ മഹ്ഫൂൾ അല്ല. കാരണം ഇവിടെ ഹദീസിൽ പറഞ്ഞത് എന്താണ്? ലമ്മാ ഖളല്ലാഹുൽ ഖൽഖ, സൃഷ്ടിപ്പ് കഴിഞ്ഞതിന് ശേഷമാണ് കതബ ഫീ കിതാബിഹി എന്ന് പറഞ്ഞത്. ലൗഹുൽ മഹ്ഫൂൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എപ്പോൾ എഴുതിയിട്ടുണ്ട്? കതബല്ലാഹു മഖാദിറൽ ഖലായിഖ് ഖബ്ല അൻ യഖ്ലുഖസ് സമാവാതി വൽ അർള ബി50,000 സന, ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇത് അതിൽ നിന്ന് മുസ്തഖിലായിട്ടുള്ള വേറെ ഒരു കിതാബാണ്. കിതാബുൽ ഖളാ വൽ ഖദർ എന്നെല്ലാം ഉലമാക്കൾ പറയുന്നത് കാണാം. ഇതുപോലെയുള്ള കാര്യങ്ങൾ ഈ കിതാബിനെ വേറെ ചില ഹദീസുകളിൽ കാണാം. ആമന റസൂലിനെ ഇറക്കിയ സംഭവം പറയുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയുടെ വിഷയത്തിലെല്ലാം ഇതുപോലൊരു അർശിലുള്ള ഒരു കിതാബിനെ സൂചിപ്പിക്കുന്നത് കാണാം. ഈ കിതാബ് അള്ളാഹുവിന്റെ അടുക്കൽ അർശിലാണുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല അർശ് നമുക്കറിയാം, ഏറ്റവും മഹത്തരമായ ആ അർശിനെ ഇസ്തിവാ ചെയ്തിരിക്കുന്ന അള്ളാഹു സുബ്ഹാനഹു വ തആല. ആ അർശിൽ കിതാബിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള വാക്കെന്താണ്? ഇന്ന റഹ്മതി ഗലബത് ഗളബി ഔ സബഖത് ഗളബി, എന്റെ കാരുണ്യം
എന്റെ കോപത്തെ മറികടന്നിരിക്കുന്നു. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്ത് എന്നുള്ള സിഫത്തുൻ ദാതിയത്തുൻ, അള്ളാഹുവിന്റെ ദാത്തിയായിട്ടുള്ള സിഫത്താണ്. അതുപോലെ ഫിഅലിയായിട്ടുള്ള സിഫത്താണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള അസ്മാഉ സിഫാത്തുകളെ പഠനവുമായി ബന്ധപ്പെട്ട ചർച്ചയിലാണ് അള്ളാഹുവിന്റെ സിഫത്തുകൾ ദാത്തിയായിട്ടും ഉണ്ടാകും, ഇഖ്തിയാരിയായിട്ടുണ്ടാകും. ഇഖ്തിയാരി എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറാദത്ത് ഉണ്ടാകുമ്പോ, മശീഅത്ത് ഉണ്ടാകുമ്പോ, അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതിൽ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദാത്തിയായിട്ടുള്ളതാണ്. അള്ളാഹുവിന് എപ്പോഴുമുള്ള സിഫത്താണ് റഹ്മത്ത് എന്നുള്ളത്. ഏതുപോലെ അള്ളാഹുവിന്റെ സമഅ്, ബസറ്, ഇൽമ് പോലെ റഹ്മത്ത് എന്നുള്ളത് അള്ളാഹുവിന് എപ്പോഴും ഉള്ളതാണ്. പക്ഷെ ഗളബ് എന്നുള്ളതോ, കോപം, ദേഷ്യം എന്നുള്ളതോ ഇഖ്തിയാരിയാണ്, അള്ളാഹു ഉദ്ദേശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന സിഫത്താണ്. അപ്പൊ അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നുള്ള സിഫത്ത് ദാത്തിയാണ് എന്നും അത് അള്ളാഹുവിന്റെ കോപം എന്നതിനേക്കാൾ ഉന്നതമായ മഹത്തരമായ കാര്യമാണ് എന്നും ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സഹോദരങ്ങളെ, ഇതിലും നാം ചിന്തിക്കേണ്ട വിഷയം അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വ്യാപ്തിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എത്രത്തോളം നമ്മോട് കാരുണ്യം കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നാം ഓരോരുത്തരെയും സൃഷ്ടിക്കുകയും നാം ഓരോരുത്തർക്കും ആവശ്യമായ ഓരോ കാര്യങ്ങൾ ഒരുക്കുകയും അതുപോലെ നമുക്ക് ഹിദായത്ത് നൽകുകയും ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുകയും ഈമാനോട് ഹുബ്ബുണ്ടാക്കുകയും അതുപോലെ ഓരോ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് നൽകിയതാണ്. ഇത് അള്ളാഹുവിന്റെ റഹ്മത്ത് അള്ളാഹുവിന്റെ ഖളബിനെ മുൻകടന്നിട്ടുള്ള കാര്യമാണ്. അപ്പോ റഹ്മത്ത് അള്ളാഹുവിന്റെ ദാത്തിയായിട്ട് അള്ളാഹുവിൽ എപ്പോഴുമുള്ള സിഫത്താണ് റഹ്മത്ത് എന്നുള്ളത്. ഖളബ് എന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇറാദത്ത് ഉണ്ടാകുമ്പോൾ ഇഖ്തിയാരി ആയിട്ടുണ്ടാകുന്നതാണ്. നമുക്ക് കാണാം ഒരു ശഫാഅത്തുൽ ഉളമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാളെ പരലോകത്തുള്ള വലിയ ശഫാഅത്തിന്റെ ഹദീസിൽ നമുക്ക് കാണാം. ഓരോ പ്രവാചകന്മാരുടെ അടുത്തും ജനങ്ങൾ ശഫാഅത്ത് വേണ്ടി പോകുമ്പോ അവർ പറയുന്ന വാക്കുണ്ട്, ഇന്ന റബ്ബി ഖദ് ഗളിബൽ യൗമ غلبا لم يغلب قبله مثله ولن يغلب بعده مثله إن ربي قد غلب اليوم. എന്റെ റബ്ബ് തീർച്ചയായിട്ടും ഇന്ന് ഗളബുള്ളവനാണ്, കോപമുള്ളവനാണ്. ഗളബൻ ലം യഗ്ലബ് ഖബ്ലഹു, ഇതിനു മുമ്പ് കോപിക്കാത്ത രീതിയിലുള്ള ഒരു കോപം. മിസ്ലഹു വലൻ യഗ്ലബ് ബഅദഹു മിസ്ല, ഇതിനു ശേഷം ഇതുപോലെയൊന്നും ഉണ്ടാവാത്ത അത്രയധികം കോപത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന് പറയുന്നത് ഈ ഹദീസിൽ കാണാം. അപ്പൊ ഗളബ് അവിടെ അള്ളാഹുവിന്റെ ഉദ്ദേശം കൊണ്ടുണ്ടാകുന്നതാണ്. എന്നാൽ റഹ്മത്ത് അള്ളാഹുവിന്റെ ദാത്തിയായിട്ടുള്ള എപ്പോഴും റഹ്മാനാണ്, അവൻ റഹീമാണ്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അങ്ങനെ മനസ്സിലാക്കാൻ നാം തയ്യാറാവണം. അടുത്ത രണ്ട് ഹദീസ് ഈ വിഷയവുമായി റഹ്മത്തുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അതുകൂടി വായിക്കുകയാണ്. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ജഅല അല്ലാഹു റഹ്മത 100 ജുസ്ഇൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിനെ 100 ഭാഗങ്ങളിലാക്കി. ഫംസഖ ഇൻദഹു 99 വഅൻസല ഫിൽ അർളി ജുസ്അൻ വാഹിദ, അതിൽ 99 എണ്ണത്തിനെ അള്ളാഹുവിന്റെ അടുക്കൽ അവിടെ പിടിച്ചു വെച്ചു, അതിൽ ഒന്നിനെ ഭൂമിയിലേക്ക് ഇറക്കി. ഇത് അള്ളാഹുവിന്റെ സിഫത്തായ റഹ്മത്തല്ല, അല്ലാതെയുള്ള മനുഷ്യർക്കിടയിലുള്ള റഹ്മത്തിനാണ് പറയുന്നത്. ഫമിൻ ദാലികൽ ജുസ്ഇ തതറാഹമുൽ ഖലായിഖു, ആ ഒരു ജുസ്, ആ ഒരു ഭാഗം കൊണ്ടാണ് പരസ്പരം സൃഷ്ടികൾ റഹ്മത്ത് കാണിക്കുന്നത്. ഹത്താ തർഫഅ അദ്ദാബതു ഹാഫിറഹാ അൻ വലദിഹാ ഖശിയത അൻ തുസീബഹു, ഒരു ജന്തു അതിന്റെ കുട്ടിയെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നതുകൊണ്ട് അതിന്റെ കാല് ഉയർത്തി മാറ്റി പിടിക്കുന്നത്, അതിനെ ബാധിക്കാത്ത രീതിയിൽ ഒഴിവാക്കി നിർത്തുന്നത് ഈ റഹ്മത്തിന്റെ ഭാഗമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ മറ്റൊരു സഹീഹ് മുസ്ലിമിലെ ഹദീസിൽ കാണാം, കുല്ലു റഹ്മത്തിൻ തുബാഖു മാ ബൈനസ് സമാഇ ഇലൽ അർദ്, ഇതിലെ ഓരോ റഹ്മത്തും ആകാശഭൂമികളോളം വിശാലമാണ്. ഫൈദാ കാന യൗമുൽ ഖിയാമത്തി അക്മലഹാ ബിഹാദിഹി റഹ്മ, യൗമുൽ ഖിയാമയിൽ ഈ 100നെയും പൂർണ്ണമാക്കുന്നതാണ്, ആ 100ഉം അന്ന് തീർപ്പാക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതിലും നമുക്ക് മനസ്സിലാക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല റഹ്മത്തിനെ 100 ഭാഗമാക്കിയെന്നും അള്ളാഹുവിന്റെ റഹ്മത്ത് എന്നുള്ള സിഫത്തിനെയുമാണ്. ഇവിടെ നാം ആലോചിക്കേണ്ടത്, അള്ളാഹു സുബ്ഹാനഹു വ തആല 100 ഭാഗമാക്കി അതിൽ ഒന്നിറക്കിയതിന്റെ പേരിലാണ് എത്ര വലിയ നികൃഷ്ട ജീവിയാണെങ്കിലും അത് അതിന്റെ കുട്ടിയോട് കാണിക്കുന്ന ഒരു കാരുണ്യം, എത്ര വലിയ അക്രമിയായിട്ടുള്ള ഒരു ജീവിയാണെങ്കിലും അതിന്റെ കുട്ടിയോട് അത് കാണിക്കുന്ന ഒരു കാരുണ്യം ഉണ്ടാകും. അത് ഈ ഒരു റഹ്മത്തിന്റെ 100ൽ 1ന്റെ ഭാഗമാണ്. നമ്മൾ ഇന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും. മനുഷ്യരെ വിട്ടേക്ക്,
മനുഷ്യരെ വിട്ടിട്ട് ബാക്കിയുള്ള ജന്തു ജീവജാലങ്ങൾ നോക്കിയാൽ അതിന്റെ മക്കളോടുള്ള അതിന്റെ കാരുണ്യം എത്രത്തോളമാണ് എന്നുള്ളത്. ഞാനൊരിക്കൽ തന്നെ എന്റെ വീടിന്റെ അടുത്ത് ഒരു നായക്കുട്ടി കിണറ്റിൽ വീണ് അതിന്റെ തള്ളയായിട്ടുള്ള ആ ഇത് പട്ടി അത് കിടന്ന് കരയുന്നുണ്ട്. അതിന്റെ കണ്ണിൽ കണ്ണീര് വരുന്ന അവസ്ഥ. അത് കുറച്ച് ആരെങ്കിലും വന്ന് രക്ഷിക്കണം എന്നുള്ള നിലക്ക് കുറച്ച് ബഹളമുണ്ടാക്കി കണ്ണിന്ന് കണ്ണീര് വരുന്ന അവസ്ഥ. അതുപോലെ പലരും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ ആലോചിച്ചു നോക്കണം, ആ ഒരു ജന്തുവിന് തന്റെ ആ കുട്ടിയോടുള്ള കാരുണ്യത്തിന്റെ അതിനൊന്ന് രക്ഷപ്പെടുത്തി കിട്ടിയിരുന്നെങ്കിൽ എന്ന്. ഇവിടെ നമ്മൾ പറഞ്ഞു അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വ്യാപ്തി പറഞ്ഞു. ഇതിലൊന്ന് അള്ളാഹു റഹ്മത്തിനെ 100 അതിലൊന്ന് ഭൂമിയിൽ വെച്ചിട്ട് ഇങ്ങനെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അടിമകളോടുള്ള റഹ്മത്ത് എത്രത്തോളമായിരിക്കും? ഒരു അടിമയെ എങ്ങനെയെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷിക്കാനല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നില്ല. എത്ര അബൂ താലിബിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചെയ്ത ഒരു നന്മയുടെ പേരിൽ നരകത്തിൽ ശിക്ഷ കുറച്ചു കൊടുത്തവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. നരകത്തിൽ ശിക്ഷ ഏറ്റവും കുറവാക്കി കൊടുത്തവനാണ്. ഒരു മുശ്രിക്കായിട്ടും ഒരു കാഫിറായിട്ടും അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ വ്യാപ്തി അത്ര അധികമാണ്. ഒരു ചരിത്രം, വഹ്ശി റളിയല്ലാഹു അൻഹു, നമുക്കറിയാം ഹംസ റളിയല്ലാഹുവിനെ വധിച്ചത് പോലുള്ള സംഭവങ്ങളും അതിൽ ചില സംഭവങ്ങൾ അത് ലൈഫായിട്ട് വന്നിട്ടുണ്ട്. എന്നാലും ആ സംഭവത്തിന് ശേഷം വഹ്ശിയെ അതുപോലെ മറ്റു പലരെയും കണ്ടെടുത്ത് വെച്ച് കൊല്ലാൻ കൽപ്പിച്ച 9 ആളുകൾ അതിൽപ്പെട്ട ആളാണ് വഹ്ശി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളോട് പറഞ്ഞത്. എന്നിട്ട് ഇസ്ലാം സ്വീകരിക്കാൻ വരുമ്പോ വഹ്ശിക്ക് ഭയമാണ്. സഹാബാക്കൾ കണ്ട കൊല്ലും. മുഖം മറച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് ചില റിവായത്തുകൾ ചരിത്രത്തിൽ കാണാം കത്തെഴുതുകയാണ് ചെയ്തത്. റസൂലുള്ളാഹിക്ക് കത്തെഴുതുകയാണ് ചെയ്തത്. അപ്പൊ വഹ്ശി ഇസ്ലാം സ്വീകരിക്കുന്നതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷമാണ്. പക്ഷേ തന്റെ ആ പ്രിയപ്പെട്ട ഹംസനെ വധിച്ചു എന്നുള്ള ആ ഒരു വിഷമം, ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനേക്കാൾ ചില മുഫസ്സിരീകൾ പറഞ്ഞത് ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഈ ആയത്ത് ഇറങ്ങിയത് ഈ സന്ദർഭത്തിലാണ്. വേറെയും സബബുൻ നുസൂൽ കാണാം. അതായത് എത്ര പാപം ചെയ്തിട്ടും നശിച്ചു പോയ അടിമകളെ വിളിച്ചു പറയാം യാ ഇബാദി, എന്റെ അടിമകളെ എന്ന് അല്ലാഹു ചേർത്തി പറയുന്നത്. എന്ന് പറയാം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്, അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിങ്ങൾ നിരാശപ്പെടരുത്. ഒരു അംശം പോലെ നിങ്ങൾക്ക് നിരാശ ഉണ്ടാവരുത്. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, ഒരു ഇസ്തിസ്നാ ഇല്ലാതെ, ഒരു ഒഴിവാക്കലില്ലാതെ എല്ലാ പാപവും അള്ളാഹു സുബ്ഹാനഹു വ തആല പുറത്തു കൊടുക്കും. അള്ളാഹു ഗഫൂറാണ്, അള്ളാഹു റഹീമാണ്. അതുകൊണ്ട് ഈ ബാബിലുള്ള ഓരോ ഹദീസുകളും നാം ഒറ്റയ്ക്കിരിക്കുമ്പോ, നാമും നമ്മുടെ റബ്ബുമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാക്കുന്ന സമയത്ത് ഒറ്റയ്ക്കിരിക്കുമ്പോ ഈ ഹദീസുകളുടെ ആശയങ്ങൾ നാം ആലോചിക്കണം. നമ്മുടെ റബ്ബിനെ കുറിച്ചുള്ള മഅരിഫത്ത് വർദ്ധിക്കും, നമ്മുടെ റബ്ബിലുള്ള ഈമാൻ വർദ്ധിക്കും, അള്ളാഹുവിനെ കൂടുതൽ അടുത്തറിയാൻ പറ്റും. അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ മനസ്സിലാക്കുന്ന, അവനിൽ യഥാർത്ഥ ഈമാനുള്ള അടിമകളായി നാം ഓരോരുത്തരെയും മാറ്റുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള ഹദീസുകൾ വബില്ലാഹി തൗഫീഖ് അടുത്ത ദർസുകളിൽ നമുക്ക് വായിക്കാം. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.